നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനൊന്നും പോവല്ല. ഇന്ന് നിങ്ങളെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചു. ആ പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല, സാധാരണ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലൂടെ കിട്ടുന്ന ഹെഡ്സെറ്റ് വെച്ചാണ് ഞാൻ വീഡിയോസിൽ സംസാരിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൗണ്ടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാനൊരു മൈക്ക് അങ്ങ് വാങ്ങി, ഒരു കുഞ്ഞു മൈക്രോഫോൺ വാങ്ങി. അപ്പം മൈക്ക് കാണണ്ടേ, അപ്പോൾ ഇത് പൊട്ടിച്ചാലോ? പ്രോഡക്റ്റ് കൈ കിട്ടിയപ്പോഴേ ചേച്ചി ഇതിനെ ഡെറ്റോൾ ഇട്ട് കുളിപ്പിച്ചു. ഇത് നമുക്ക് പൊട്ടിക്കാം. ഗായ്സ്, പുറത്തെ പാക്ക് പൊട്ടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റും പിന്നൊരു ബില്ലുമാണ് അതിനകത്തുനിന്ന് കിട്ടിയത്. ബില്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം, ഈ മൈക്ക് എവിടെ നിന്നാണോ, ഏത് കടയിൽ നിന്നാണ് വന്നതെന്നാണ്, ഈ സ്ഥലത്തു നിന്നാണ്, അത് ഗുജറാത്തിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ പ്രൈസും ആ ബില്ലിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ബോയ എന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണിത്. പിന്നെ പാക്കിൻ്റെ പുറകിലായിട്ട് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്പെസിഫിക്കേഷൻസ് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ പുറത്ത് എന്തോ സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്, അതൊന്ന് ഇളക്കി നോക്കാം. ഇളക്കാൻ അത്ര പാടൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് തന്നെ ഇളകി. ചുമ്മാ ഒരു സ്റ്റിക്കറായിരുന്നു. വളരെ വ്യക്തമായിട്ട് തന്നെ ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും രണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്. സാധാരണ ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് അവർ കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺസിൽ ഉപയോഗിക്കാം, Camcorders, Dslr, ഓഡിയോ റെക്കോർഡേഴ്സ്, PC എക്സെട്ര എന്നിവയിലെല്ലാം നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാമെന്നാണ്, കണക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വില MRP ഇതിൽ കൊടുത്തിരിക്കുന്നത് 1995 എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത് 1290. ചിലപ്പോൾ അതിലും കുറേ ഓഫേഴ്സൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, ഫ്ലിപ്കാർട്ടിലൊന്ന് നോക്കുക. ഇനി ഈ പാക്ക് പൊട്ടിച്ച് പ്രോഡക്റ്റ് പുറത്തെടുക്കാം. പിന്നെ ഈ പാക്ക് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് വീണ്ടും ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും കൂടെ ഉണ്ട്. ഒരു കുഞ്ഞ് പേഴ്സ് പോലെയാണ്, അതിനകത്താണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്. പിന്നെ പാക്കിനകത്ത് ഒരു വാറൻറ്റി കാർഡുണ്ട്. രണ്ടാമത്തേത് കുഞ്ഞൊരു ബുക്കാണ്. അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിനകത്ത് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസൊക്കെ ഒന്നുകൂടെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഈ മൈക്രോഫോൺ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, അതായത് മൊബൈലിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അതായത് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പിന്നെ ടിപ്സ് ആൻഡ് നോട്ട്സ് എന്നിവയെല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ട ആ ആദ്യത്തെ ബോക്സിനകത്ത് ഇതുപോലുള്ള രണ്ടാമത്തെ ബോക്സാണ്. ഇതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സുരക്ഷിതത്വത്തോടെയാണ് സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. സാധനത്തിന് അത്ര വലിയ വെയിറ്റൊന്നുമില്ല ഇതിനോടൊപ്പം തന്നെ ഇതിനകത്തിടാനുള്ള ബാറ്ററി നമുക്ക് ആവശ്യം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് ക്യാമറയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ മാത്രം ബാറ്ററി മതി, അല്ലാതെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ വയറിന് നല്ല നീളമുണ്ട്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞു ബാറ്ററിയും കൂടി ഇതോടൊപ്പം അവർ തരുന്നുണ്ട്. ആ കുഞ്ഞു ബാറ്ററി ഇടാനുള്ള സ്പേസാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി നമ്മളത് ആദ്യം തുറക്കണം. തുറന്നു കഴിയുമ്പോൾ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട്, അവിടേക്ക് നമ്മൾ ആ കുഞ്ഞു ബാറ്ററി ഇട്ട് കൊടുക്കണം. ബാറ്ററി തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ അവർ അതിൽ സൈൻ കൊടുത്തിട്ടുണ്ട്, +1 -1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ഇട്ടാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറ്റേ ബുക്ക് നോക്കിയാൽ മതി, നമുക്ക് കിട്ടിയിട്ടുള്ള ബുക്ക് നോക്കിയാൽ മതി. അതിനകത്ത് പിന്നെ മറ്റൊരു പ്രത്യേക കാര്യം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാറ്ററി ഇടേണ്ട ആവശ്യം ഇല്ല എന്ന് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ മാത്രം ഈ ബാറ്ററി ഓൺ ആക്കിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇട്ട പോലെ തന്നെ അതെല്ലാം
തിരിച്ചടച്ച് വെക്കുക. പിന്നെ അതിൻ്റെ വയറിന് നമുക്ക് നല്ല നീളമുണ്ട്, അങ്ങേ വശവും ഇങ്ങേ വശത്തെ വയറിനും നല്ല നീളമുണ്ട്. അഥവാ നമ്മൾ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്, ക്യാമറയെ കണക്ട് ചെയ്ത് കുറച്ച് ദൂരെ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല, നല്ല നീളമുള്ള വയറാണ്, ലെങ്ത് നമുക്ക് ഉണ്ട്. അതാണ് നമ്മൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ഭാഗം. അവിടെ നമുക്ക് ഒരു സ്പോഞ്ച് കൂടെ അതിനകത്ത് കിട്ടും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള നോയ്സ് അധികം റെക്കോർഡ് ആവില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്കൊരു ക്ലോത്തിങ് പിന്നൂടെ കിട്ടും. ഈ പിന്ന് ആ മൈക്രോഫോണിൽ കണക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ആ പിന്ന് മൈക്കുമായിട്ട് കണക്റ്റ് ചെയ്യണം, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിൽ മാത്രമേ അതൊന്ന് അകത്തോട്ട് ആ കുഞ്ഞ് സ്ഥലത്തോട്ട് അതൊന്ന് കയറത്തുള്ളൂ. ഒന്ന് ചെറിയ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഒരുപാട് അമക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചെറിയ പ്രസ് കുറച്ചൊന്ന് കയറാനാണ്. പിന്നെ ഈ സാധനം എന്തിനാണെന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആവശ്യം വന്നേക്കാം, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ല. ഞാനിപ്പോൾ മൈക്കൊക്കെ സെറ്റാക്കി ഞാനത് എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചു, മൊബൈലുമായിട്ട് കണക്ട് ചെയ്തു. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കാം, എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ ക്ലിയർ ആയെന്ന് തോന്നുന്നു. പിന്നെന്താണ്, ഓക്കെ, വേറൊരു കാര്യം, ഇതേ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ 2 ഓപ്ഷൻസാണ്, ക്യാമറാസ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഓഫ്. നിങ്ങൾ ഇത് ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മാത്രം ഈ ബട്ടൺ അങ്ങോട്ട് മുകളിലോട്ടാക്കിയാൽ മതി. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഈ ബട്ടണെ തൊടുക വേണ്ട. പിന്നെ അവർ ഈ ബുക്കിനകത്ത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ബാറ്ററി ഇടേണ്ട ആവശ്യമില്ല. സോ ഗായ്സ്, ഈ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിനെല്ലാം അല്ലെങ്കിൽ ഇതുപോലെ മൈക്ക് വാങ്ങിക്കാൻ നോക്കിയിരിക്കുന്ന റിവ്യൂസ് നോക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മേടിച്ചിരിക്കുന്നത് ബോയയുടെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് പല വിലയുടെ കിട്ടും, 300-400 ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂസ് വളരെ മോശമാണ്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ സൗണ്ട് പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഈ ബോയയുടെ മേടിച്ചത്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. എനിക്കിപ്പോൾ ഇഷ്ടമായി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് മേടിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഞാനിത് മേടിച്ചത് 1290 രൂപയ്ക്കാണ്. ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓഫേഴ്സൊക്കെ വരും, അപ്പോൾ നിങ്ങളത് നോക്കുക. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നോക്കാം. ഈ മൈക്രോഫോൺ എല്ലാത്തിലും ഉപയോഗിക്കാമെന്നാണ് ഈ പാക്കിങ്ങിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺസ്, ക്യാംകോഡ്സ്, DSLR ഓഡിയോ റെക്കോർഡേഴ്സ്, PC എക്സെട്ര. സോ നിങ്ങൾക്കിത് വളരെ ഹെൽപ്ഫുള്ളായ വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ ഉപയോഗശേഷം നമ്മുടെ ഈ മൈക്രോഫോൺ നമുക്ക് കിട്ടിയതേ ഈ പൗച്ചുണ്ടല്ലോ, ഇതിനകത്തിട്ട് സൂക്ഷിച്ച് വെക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ കമൻറ്റും ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ. പിന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത ദിവസം തൊട്ട് ഞാൻ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് +1+2 സ്റ്റുഡൻസിനും പിന്നെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹെൽപ്ഫുള്ളായ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഈ മൈക്ക് അടിപൊളിയാണ്. ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മേടിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.